ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 5th യൂണിറ്റിലെ നേരും നുണയും എന്ന ചാപ്റ്ററാണ്. ഓക്കെ, നമുക്ക് നോക്കാം. എന്താ കൂട്ടുകാർ ഇവിടെ ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്? അസത്യത്തിന് സത്യത്തേക്കാൾ തിളക്കം കൈവരുന്ന സന്ദർഭങ്ങളുണ്ടെന്നാണ് അല്ലേ. അതായത് അസത്യത്തിന് എന്താണ്, സത്യത്തേക്കാൾ തിളക്കം കൈവരുന്ന സന്ദർഭങ്ങളുണ്ട്. നമുക്ക് നോക്കാം അല്ലേ. നേരും നുണയും. അരമനയുടെ പുറകിലുള്ള തോട്ടത്തിന്റെ വലിയ മതിൽ ചാടിക്കടന്ന് റാങ് നിരത്തിലെത്തി. അപ്പോൾ അയാളുടെ തോളിൽ തൂങ്ങിയ സഞ്ചിയിൽ കിടന്ന വെള്ളിക്കരണ്ടികൾ കിലുങ്ങി. അയാൾ സഞ്ചി മാറോട് ചേർത്ത് പിടിച്ചു. ചുറ്റും പരിഭ്രമത്തോടെ നോക്കി. ഇല്ല, ആരും കണ്ടിട്ടില്ല. ലോകം മുഴുവൻ സുഖനിദ്രയിലാണ്. അയാൾ മാനത്തേക്ക് നോക്കി. മരങ്ങൾക്കിടയിൽ വലിയൊരു വെള്ളിത്തൊട്ടുപോലെ തിളങ്ങുന്ന ചന്ദ്രൻ. നേരം പുലർന്നാലുടൻ സഞ്ചിയിലെ വെള്ളിക്കരണ്ടികൾ വിൽക്കണം. കിട്ടുന്ന കാശുകൊണ്ട് സഞ്ചി നിറയെ അപ്പം വാങ്ങണം. റാങ്ങിന്റെ ചുണ്ടിൽ ചിരി പടർന്നു. നേര് പറ, ഈ വെള്ളിക്കരണ്ടികൾ നീ അരമനയിൽ നിന്ന് മോഷ്ടിച്ചതല്ലേ? നടക്ക്, ഇന്ന് സത്യം തെളിയിച്ചിട്ട് തന്നെ കാര്യം. വെള്ളിക്കടയിൽ വെച്ച് തെളിവോടെ പിടിക്കപ്പെട്ട റാങ് പോലീസുകാർക്ക് മുന്നിൽ ഉത്തരമില്ലാതെ കുഴങ്ങി. അരമനയിൽ മെത്രാന്റെ അരികിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനു നേരെ ഒന്ന് നോക്കുവാൻ പോലും റാങ്ങിന് കഴിഞ്ഞില്ല. ഈ വെള്ളിക്കരണ്ടികൾ അയാൾ ഇവിടെ നിന്ന് മോഷ്ടിച്ചതാണ്. തൊണ്ടി മുതൽ നീട്ടി ജേതാവിനെ പോലെ നിന്ന പോലീസുകാരനെ നോക്കി മെത്രാൻ ചിരിച്ചു. നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദര. ഇന്നലെ വിരുന്ന് കഴിഞ്ഞു പോകുമ്പോൾ വെള്ളി കൊണ്ടുള്ള ആ വിളക്കുകാലുകൾ കൂടി ഞാൻ സമ്മാനമായി നൽകിയതാണ്. പക്ഷേ അദ്ദേഹം ആ വെള്ളിക്കരണ്ടികൾ മാത്രമാണ് കൊണ്ടുപോയത്. അലമാരയിലെ വിളക്കുകാലുകൾ ചൂണ്ടി മെത്രാൻ ശാന്തനായി പറഞ്ഞു. റാങ് മെത്രാനെ മിഴിച്ചു നോക്കി നിന്നു. അയാളുടെ തൊണ്ട വരണ്ടുപോയിരുന്നു. പോലീസുകാർ മെത്രാനോട് മാപ്പ് പറഞ്ഞു മടങ്ങി. കുറ്റഭാരത്താൽ തലകുനിച്ചു നിന്ന റാങ്ങിന്റെ ചുമലിൽ തലോടിക്കൊണ്ട് മെത്രാൻ പറഞ്ഞു. സഹോദര, ഈ വിളക്കുകാലുകൾ കൂടി എടുത്തുകൊള്ളൂ. ഇനി ഇവിടേക്ക് വരണമെന്ന് തോന്നിയാൽ ഇരുട്ടിൽ മതിൽ ചാടിക്കടന്ന് ബുദ്ധിമുട്ടേണ്ടതില്ല. പടിവാതിൽ ചാരിയിട്ടേ ഉണ്ടാകും. താങ്കൾക്ക് അതുവഴി വരാം. ആരും തടയുകയില്ല. റാങ് നിറകണ്ണുകളുടെ മെത്രാനെ നോക്കി. വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. സന്ദേശം നൽകുന്ന ഒരു സ്റ്റോറിയാണല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കിയാലോ. വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറയാൻ കാരണം എന്താവുമെന്നാണല്ലേ ചോദിക്കുന്നത്. കാരണം എന്താവും കൂട്ടുകാരെ? അങ്ങനെ മെത്രാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഈ വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പറയാനുള്ള കാരണം എന്തായിരിക്കും? കുറ്റഭാരത്താൽ തലകുനിച്ച് നിൽക്കുന്ന റാങ്ങിന്റെ നിസ്സഹായാവസ്ഥ കണ്ടിട്ടായിരിക്കും അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. കുറ്റഭാരത്താൽ തല കുളിച്ചു നിൽക്കുന്ന റാങ്ങിന്റെ നിസ്സഹായാവസ്ഥ കണ്ട് അവനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വെള്ളിക്കാലുകളും കരണ്ടികളും താൻ സമ്മാനമായിട്ട് നൽകിയതാണെന്ന് മെത്രാൻ പറയുന്നതല്ലേ. വെള്ളിക്കാലുകളും കരണ്ടികളും താന് സമ്മാനമായിട്ട് നൽകിയതാണെന്ന് മെത്രാൻ പറഞ്ഞത്. ഇനി നോക്കൂ, ഈ കഥയ്ക്ക് നൽകിയ തലക്കെട്ട് അനുയോജ്യമാണോ, എന്തുകൊണ്ട് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഈ കഥയ്ക്ക് തലക്കെട്ട് എന്തായിരുന്നു കൂട്ടുകാരെ? നേരും നുണയും എന്നുള്ളതാണല്ലേ. അപ്പൊ ആ നേരും നുണയും എന്ന തലക്കെട്ട് ഈ സ്റ്റോറിക്ക് അനുയോജ്യമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടെന്നും ചോദിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. ഈ കഥയ്ക്ക് യോജിച്ചത് തന്നെയാണല്ലേ ഈ തലക്കെട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ എഴുതാം. റാങ് വെള്ളിക്കരണ്ടികൾ മോഷ്ടിച്ചു എന്നതായിരുന്നു സത്യം. എന്നാൽ റാങ്ങിനെ രക്ഷിക്കാനായി വെള്ളിക്കരണ്ടികൾ സമ്മാനമായി നൽകിയതാണെന്ന് മെത്രാൻ പോലീസിനോട് കള്ളം പറഞ്ഞു. ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു നുണയാണ് ഈ പാഠത്തിലെ പ്രതിപാദ്യം. അതുകൊണ്ട് തന്നെ എന്താണ് ഈ തലക്കെട്ട് എന്തുകൊണ്ടും ഈ പാഠഭാഗത്തിന് എന്താണ് യോജിച്ചതാണ് അല്ലെ. ഈ പാഠഭാഗത്തിന് യോജിച്ചതാണ്. ഇത് നെക്സ്റ്റ് നോക്കാം. വെള്ളിത്തളിക പോലെ പപ്പടം പോലെ എന്നൊക്കെയാണ് ചന്ദ്രനെ പറ്റി പറയാറുള്ളത്. ഈ കഥയിൽ ചന്ദ്രൻ എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? വെള്ളി തുട്ടുപോലെ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പൊ അത് ഉചിതമാണോ, എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഉചിതമാണോ കൂട്ടുകാരെ, വെള്ളി തുട്ടുപോലെ എന്ന് പറഞ്ഞിട്ടുള്ളത്? ശരിയാണല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? കള്ളനായിട്ടുള്ള റാങ് എന്താണ്, വെള്ളി കൊണ്ടുള്ള കരണ്ടികളാണ് മോഷ്ടിച്ചതല്ലേ. നേരം പുലർന്നാൽ എന്താണ്, വെള്ളിക്കരണ്ടികൾ വിറ്റ് കാശാക്കണമെന്ന ചിന്തയാണ് അയാളുടെ ഉള്ളിൽ. അതുകൊണ്ട് ചന്ദ്രനെ കണ്ടപ്പോൾ വെള്ളി നിറമുള്ള നാണയം പോലെയാണ് അയാൾക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ചന്ദ്രനെ വെള്ളി തുട്ടുപോലെ എന്ന് പറഞ്ഞത് ഉചിതമായിട്ടുണ്ട്. ഇനി വെള്ളി തളിക പോലെ പപ്പടം പോലെ എന്നൊക്കെയാണ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വെള്ളി വെളിച്ചം തൂകുന്ന ചന്ദ്രനെ അത്രയും അടുത്ത് അയാൾ ആദ്യമായി കാണുകയായിരുന്നു. എന്തുകൊണ്ടാണ് റാങ്ങിന് അങ്ങനെ തോന്നിയതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്താണ്? റാങ്ങിന്റെ മനസ്സ് നിറയെ എന്തായിരുന്നു? മോഷണം എന്ന ഇരുട്ടാണല്ലേ.
അപ്പോൾ അയാൾ ചന്ദ്രനെ എന്താണ് ഒരു വെള്ളിത്തുട്ടായി കണ്ടതും അതുകൊണ്ടാണ്. പക്ഷെ മെത്രാന്റെ സ്നേഹം കണ്ടപ്പോൾ റാഗിന്റെ മനസ്സിൽ ഇരുട്ടുമാറി എന്തായി വെളിച്ചം വന്നല്ലേ. അദ്ദേഹത്തിലെ സ്നേഹത്തെയും നന്മയെയുമാണ് വെളിച്ചം തൂകുന്ന ചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത്രയും വലിയ നന്മയുള്ള ഒരാളെ ആദ്യമായി കണ്ടതുകൊണ്ടാണ് റാങ് ചന്ദ്രനെ അത്രയും അടുത്ത് ആദ്യമായി കാണുന്നതായി തോന്നിയതല്ലേ. കൂട്ടുകാരെ, അപ്പോൾ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.